ഹലോ എവരി വൺ. സോ നമ്മൾ 2023 ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് വന്ന 4 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ 2022 നിന്ന് വന്ന 4 ചോദ്യങ്ങൾ കാണിക്കാം. സോ 2022 അതേപോലെ തന്നെ 2023 ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ബോത്ത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ആ ചോദ്യങ്ങൾ എത്രത്തോളം ഈസിലി നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നോക്കൂ, യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കൂ. യെസ്, പറയൂ. അതായത് 2 point charges -q and +q are placed at a distance of L shown in the figure. That means -q +q എന്ന ചാർജ് പറയുന്ന സമയത്ത് ഡൈപോൾ ആണ്. സോ ഡൈപോൾ എന്നൊരു ചോദ്യം എന്തായാലും വരുന്നുണ്ട്. സോ ഡൈപോൾ തമ്മിലുണ്ടാവുന്ന സെപ്പറേഷൻ ആണ് ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. The magnitude of electric field intensity at a distance r is very very greater than L. That means ഡൈപോൾ ലെങ്തിനെക്കാട്ടി വളരെ ദൂരെയാണ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സപ്പോസ് ഇവിടെ നിന്നിട്ട് ആ പോയിന്റ് ഇവിടെ എവിടെയോ ആണെന്ന് പറയുന്ന സമയത്ത് അത് ആക്സിയൽ പോയിന്റ് ആയിക്കോട്ടെ, ഇക്വറ്റോറിയൽ പോയിന്റ് ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലേക്ക് വരണം. ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എൽ എന്ന് പറയുമ്പോൾ ഇത് ഷോർട്ട് ഡൈപോൾ ആയിരിക്കും. സോ ആക്സിയലിന്റെ ഇക്വേഷൻ എന്താ വരിക മക്കള് പറ? ആക്സിയലിന്റെ ഇക്വേഷൻ എന്താ വരിക? E is equal to k into 2p divided by r cube അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് പവർ അല്ലേ വരിക? ക്യൂബ് അല്ലേ വരിക? ആറിന്റെ പവർ ക്യൂബ്, ഡിസ്റ്റൻസിന്റെ പവർ ക്യൂബ് അല്ലേ വരിക? സോ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r³ എന്നും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി എന്നും നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ലേ? യെസ്. നെക്സ്റ്റ് നോക്ക്. 2 hollow conducting spheres of radius r1 and r2. r1 is very very greater than r2 have equal charges. The potential would be. So what is the equation of potential at the surface? എന്താ ഇക്വേഷൻ എന്താ? kq divided by r അല്ലേ മക്കളെ? kq divided by r. So റേഡിയസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ആ. സോ ഇവിടെ ആർക്കാ റേഡിയസ് കൂടുതൽ? r1 റേഡിയസ് കൂടുതലാണ്, r2 റേഡിയസ് കുറവാണ്. ആർക്കാണോ റേഡിയസ് കുറവ് അയാൾക്ക് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഇവിടെ ആർക്കാ റേഡിയസ് കുറവ്? r2 റേഡിയസ് കുറവാണ്. അപ്പൊ സ്മോളർ സ്ഫിയർ രണ്ടിലും ഉണ്ടാവുന്ന ചാർജ് സെയിം അല്ലേ? സോ ക്യൂവും കെ ഒക്കെ സെയിം ആണ്. സോ പൊട്ടൻഷ്യൽ കൂടുതൽ ആർക്കായിരിക്കും? റേഡിയസ് കുറവുള്ള ആൾക്ക് കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ ആൻസർ? ഈക്വൽ ഓൺ ബോത്ത് ദ സ്ഫിയേഴ്സ്. ശരിയല്ല. ഇറ്റ് ഡിപെൻഡന്റ് ഓൺ ദ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓഫ് ദ സ്ഫിയർ മോർ ഓൺ ബിഗർ സ്ഫിയർ. ബിഗർ സ്ഫിയറിലാണ് കൂടുതൽ, അല്ല സ്മോളർ സ്ഫിയറിലാണ് പൊട്ടൻഷ്യൽ കൂടുതൽ. സോ മോർ ഓൺ സ്മോളർ സ്ഫിയർ എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ദെൻ the angle between electric lines of force and equipotential surface electric lines of force നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു equipotential surface. നമ്മളൊരു 100 പ്രാവശ്യം പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങളെ മനസ്സിലേക്ക് വരണം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അതേപോലെ equipotential surface ആർ പെർപെൻഡിക്കുലർ എന്നുള്ള പോയിന്റ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ we can say that the angle between electric lines of force and equipotential surfaces will be 90 degree. Yes. Then a capacitor of capacitance C is equal to 900 picofarad is charged fully by 100 volt battery B as shown in figure A. സോ ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്തു. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ആണ് 100 വോൾട്ട് എന്ന് പറയുന്നുണ്ട്. Then it is disconnected. ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം വേറൊരു കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തു. സോ ഈ കപ്പാസിറ്ററിന്റെ ഇനീഷ്യൽ ചാർജ് എന്തായിരിക്കും? ഈ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിന്റെ പൊട്ടൻഷ്യൽ ഞാൻ V എന്ന് വിളിച്ചു. സോ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ബൈ ദ സിസ്റ്റം അല്ലേ? ഈ രണ്ട് കപ്പാസിറ്ററും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി? U is equal to half into C1 plus C2 into V square. വേർ V എന്ന് പറയാൻ എന്താ? ഈ രണ്ട് കപ്പാസിറ്റേഴ്സിനും ഉണ്ടാവുന്ന കോമൺ പൊട്ടൻഷ്യൽ. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ കോമൺ പൊട്ടൻഷ്യൽ? ദിസ് ഇസ് ഫൈനൽ എനർജി. കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് C1 V1 plus C2 V2 divided by C1 plus C2. ഇൻ ദിസ് ക്വസ്റ്റ്യൻ രണ്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂ സെയിം ആണ്. ഇയാൾ V2ന്റെ വാല്യൂ, ഇത് V2 എടുക്കാം, ഇത് V എടുക്കാം. V2 0 ആണ്. സോ C into V divided by C plus C, that will be 2C. C ന്റെ വാല്യൂ സെയിം ആണ്. സോ നമുക്ക് V ഡാഷ് കോമൺ പൊട്ടൻഷ്യൽ വിൽ ബി V/2 എഴുതാൻ പറ്റും. ഇതെടുത്ത് നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുകൊടുത്താൽ ഹാഫ് ഇൻറ്റു C plus C, C1 plus C2 2C. വിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് V കോമൺ ആണ്. കോമൺ പൊട്ടൻഷ്യൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ V/2 സ്ക്വയർ ആണ്. V²/4 എന്ന് കിട്ടും. അതായത് കോമൺ പൊട്ടൻഷ്യൽ V/2 ആണ്. വിന്റെ വാല്യൂ 100 ആണ്. 100/2. സോ അടുത്ത സ്റ്റെപ്പിൽ ഈ 2 കട്ട് ചെയ്താൽ നമുക്ക് CV²/4 എന്ന് എഴുതാം. വേർ V എന്ന് പറഞ്ഞാൽ സിന്റെ വാല്യൂ 900 into 10⁻⁻12. ദെൻ കോമൺ പൊട്ടൻഷ്യൽ വിൽ ബി എത്രയാ? സോറി, കോമൺ പൊട്ടൻഷ്യൽ അല്ല, ഇവിടെ V എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 100 വോൾട്ട് ആണ്. സോ 100 വോൾട്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100² / 4 എന്ന് വരും. സോ
10⁻⁴ 10⁻² ചെയ്യുമ്പോൾ 10⁻⁶, ആ 10⁻�6 10⁻⁻² എന്ന് വരുമ്പോൾ 10⁻⁻6, 9/4. The answer will be 2.25 into 10⁻⁻6. ആൻസർ വിൽ ബി ഓപ്ഷൻ എ ആയിരിക്കും. സോ ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾ ഒന്നുകൂടി നോക്കും. അതായത് ഈ ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് വിൽ ഫ്ലോ അണ്ടിൽ ദ പൊട്ടൻഷ്യൽ ബിക്കം സെയിം. സോ ഫസ്റ്റ് നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷനിലേക്ക് മൂവ് ചെയ്തു. ഈ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ ആണ് വി എന്ന് പറഞ്ഞാൽ 100 വോൾട്ട് ആണ്. ദെൻ ഈ V2ന്റെ വാല്യൂ, രണ്ടാമത്തെ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് V2ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് C1 V1 by C1 plus C2, സിയുടെ വാല്യൂ സെയിം ആയതുകൊണ്ട് CV divided by C1 plus C2, C plus C, that will be 2C. C കട്ട് ചെയ്താൽ നമുക്ക് V/2 കിട്ടും. വിന്റെ വാല്യൂ 100 ആണ്. റൈറ്റ്, ഞാൻ അപ്പോൾ അതിന് വാല്യൂ കൊടുത്തില്ല. ഞാൻ എവിടെ വാല്യൂ കൊടുത്തത്? ഫൈനൽ സ്റ്റെപ്പിലെ വാല്യൂ കൊടുത്തത്. സോ ഈ ഇക്വേഷനിൽ C1 plus C2 2C എഴുതി, ഹാഫ് ഇൻറ്റു 2C ഇൻറ്റു ഈ കോമൺ പൊട്ടൻഷ്യൽ ഞാൻ V/2 എന്ന് കൊടുത്തു, V²/4. ഈ 2 കട്ട് ചെയ്തു, C V²/4. ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 2.25 into 10⁻⁻6 ജൂൾ ഈസ് ദ റൈറ്റ് ആൻസർ. സോ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് 4 ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് ചാപ്റ്റർ ആൻഡ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് കാണാം. സീ യു ഓൾ. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ബൈ.